തൃശൂരിൽ യൂബർ ടാക്സി ഡ്രൈവറെ ഓട്ടോ ഡ്രൈവർമാർ മർദ്ദിച്ചതായി പരാതി. ജില്ലാ ആശുപത്രിക്ക് മുൻവശത്ത് വെച്ച് വൃദ്ധയായ സ്ത്രീയെ കാറിൽ കയറ്റാൻ എത്തിയപ്പോഴായിരുന്നു മർദ്ദനം. ഡ്രൈവർ ഷഫീഖ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേൾക്കാം. ഇരിക്കുന്നു. ഇത്രയും പ്രായമുള്ളൊരു മാഡം വണ്ടി വിളിച്ചേന് ഞാൻ അവരവിടുന്ന് കയറ്റാൻ പറ്റില്ല എന്നിട്ട് അതിലൊരുത്തിന് എൻ്റെ ചെള്ളക്കടിച്ച് ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ ഇതിപ്പോ മൂന്നാറിലായി, കോവളത്തായി, വർക്കലയിലായി, ഇതാ തൃശ്ശൂരുമാവുന്നു. യൂബർ ഡ്രൈവർമാർക്കെതിരെയുള്ള ഈ നീക്കം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത്തരത്തിലൊരു ചട്ടനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ്, രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഗതാഗത ഉപമന്ത്രി പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പാവപ്പെട്ട യൂബർ ഡ്രൈവർമാരെ ഇവരെടുത്തിൽ അടിക്കുന്നത്. നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക? എന്താ സംഭവിച്ചത് ജെയ്സൺ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. രാജ്യത്ത് എവിടെ പോയാലും നമുക്കൊരു ആശ്വാസമാണ് ഇത്തരത്തിലുള്ള സർവീസുകൾ. തമിഴ്നാട്ടിൽ പോയ റെഡ് ടാക്സി, കേരളത്തിൽ അങ്ങനെ നിരവധി ടാക്സി സർവീസുകളുണ്ട്. വലിയ ലാഭകരം കൂടിയാണ്. ലാഭകരം എന്ന് പറഞ്ഞാൽ നോർമൽ റേറ്റ് കൊടുത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ സംഭവം മറ്റൊന്നാണ്. ഈ 31-ാം തീയതി രാത്രി 12:30-ക്കാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഒരു വയസ്സായ സ്ത്രീ എവിടെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്നാൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ നിർത്തി ഇറക്കി, ബസ്സിൽ നിന്ന് ഇറങ്ങി അവർ അവിടെ നിന്ന് ഒരു യൂബർ വിളിക്കുകയായിരുന്നു. ഈ യൂബർ ടാക്സിക്കാരൻ ശക്തൻ സ്റ്റാൻഡിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു കോള് വരുന്നത്. അദ്ദേഹം ഈ സ്ത്രീയെ എടുക്കാൻ ജില്ലാ ആശുപത്രിക്ക് സമീപമെത്തുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സമീപത്തെ ഓട്ടോക്കാർ ഇയാളെ മർദ്ദിച്ചു, ഇയാളെ കയ്യേറ്റം ചെയ്തു, ഇയാൾ അസഭ്യം പറഞ്ഞു എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരു രീതിയിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വലിയ തുക വാങ്ങി ടാക്സികളും മറ്റ് സർവീസുകളൊക്കെ നടത്തുമ്പോൾ സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാണ് ഇത്തരത്തിലുള്ള യൂബർ ടാക്സി പോലുള്ള സംവിധാനങ്ങൾ. അത് ഒരിക്കലും വിളിക്കാൻ പാടില്ല. മാത്രമല്ല, ഒരു സ്ത്രീ, വയസ്സായ ഒരു സ്ത്രീ അർദ്ധരാത്രി റോഡിന് നടുവിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വീട്ടിലെ ഒരാളിലേക്കാണ് ഇതായിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അരുൺകുമാർ? അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വേണമെന്നതാണ് എല്ലാവരുടെയും ആവശ്യം. ഇദ്ദേഹം ഷഫീഖ് എന്ന വ്യക്തി ഇപ്പോൾ തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്തൊരു കഷ്ടമാണ്. ഇതേപോലെ ജെയ്സൺ പറഞ്ഞ പോലെ നമുക്ക് സ്ഥലവും ഊരും ഒന്നും അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഗുണം നമ്മൾ അറിയുക. ഇപ്പോൾ ബാംഗ്ലൂർ പോയി നമുക്ക് യൂബറോ ഓലയോ ഒക്കെ വിളിച്ചു പോയി കഴിഞ്ഞാൽ വലിയ റേറ്റ് കത്തിയില്ലാതെ പോവാം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ജെയ്സൺ പറഞ്ഞതുപോലെ കേരളത്തിൽ വരുന്ന മറ്റ് വിനോദസഞ്ചാരികളെ സംബന്ധിച്ചും ഈ ഊബറും ഓലയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രേക്ഷകർ അറിയോ, കേരളത്തിൽ പണ്ട് പഠിക്കുന്ന സമയത്തെ ഒരു നഗരത്തിൽ, ഞാൻ നഗരമൊന്നും പറയുന്നില്ല, നഗരത്തിൽ ഓട്ടോ വിളിക്കാൻ വേണ്ടി പോയിട്ടേ ആകെ 1.5 കിലോമീറ്റർ പോകണം. ഇവർ വരൂല്ല രാത്രിയിൽ. ദൂരെയാണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ആദ്യം 10 ചോദ്യം ചോദിക്കും, എന്നിട്ടേ വണ്ടി കയറ്റത്തുള്ളൂ. എങ്ങോട്ട് പോകും? പോകുമ്പം തിരിച്ചു വരുമ്പോൾ ഇരട്ടി തരണം എന്നൊക്കെ പറഞ്ഞാണ് ഈ പല ആളുകളും നമ്മളെ വിരട്ടിയിരുന്നത്. എന്നാൽ ചില നഗരങ്ങളിലൊക്കെ മാന്യമായിട്ട് ഈ പണി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഊബർ പോലെ, ഓല പോലെയുള്ള സംവിധാനങ്ങളൊന്നും പൂർണ്ണമായിട്ട് തള്ളിപ്പറയാൻ നമ്മളിൽ. എന്നാൽ അതേസമയം തന്നെ പാരമ്പര്യ തൊഴിലാളികളുടെ കാര്യത്തിൽ അവരുടെ അവകാശം സംരക്ഷിക്കുകയും വേണം. അതിനൊക്കെ സർക്കാർ, ലേബർ വകുപ്പില്ലേ ഇവിടെ? എല്ലാ നിയമങ്ങളുമുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കണം. തീർച്ചയായിട്ടും ഇതേപോലെ ഊബർ ജീവനക്കാരെ മർദ്ദിക്കുന്നത് പുറത്തു വന്നാൽ അത് തെറ്റായ സന്ദേശം നൽകും. നമുക്കാകെ ജീവിക്കാൻ ഇനി ടൂറിസം സെക്ടർ മാത്രമേ ഉള്ളൂ സാർ. ആ ബസ് കൂടി കളയരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7:47. നമുക്ക് വളരെ പെട്ടെന്നൊരു കുഞ്ഞിടവേള എടുത്ത് തിരിച്ചു വരാം. പ്രധാന വാർത്തയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഷോട്ട് ബ്രേക്ക്. ഓക്സിജൻ മൊബൈൽ ഉത്സവം